ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈക്ക് വ്ളോഗ്സ്. ഞാനിപ്പോൾ ഉള്ളത് എസ്റ്റേറ്റ് മുക്കിലാണ്. എസ്റ്റേറ്റ് മുക്കിൽ പെർഫെക്റ്റ് യൂസർ ബൈക്സിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇത് ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് സ്റ്റോക്കുകൾ പൾസർ, അതായത് ലേറ്റസ്റ്റും അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ നോക്കുന്നവർക്കുള്ളൊരു വീഡിയോയും കൂടിയാണ്. ലോ ബഡ്ജറ്റിൽ കുറവാണ്, പക്ഷേങ്കിൽ ഹൈ ക്വാളിറ്റി, അതായത് മോഡൽ കൂടിയ വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഏതായാലും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് കറക്റ്റ് കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താമരശ്ശേരിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്റർ വന്നാൽ താമരശ്ശേരി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡും, അതുപോലെ തന്നെ കൊയിലാണ്ടി ഭാഗത്തു നിന്നാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. പെർഫെക്റ്റ് യൂസർ ബൈക്സ് ആണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. അത് എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ തന്നെയാണ്. ജംഗ്ഷനിൽ പള്ളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എല്ലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു NS ആണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. ഒരുപാട് എല്ലോ 220, 180 അങ്ങനെ ഓൾമോസ്റ്റ് എല്ലോ മോഡൽ കൂടിയ വണ്ടികളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അധികം നമ്മൾ ബഡ്ജറ്റ് ആയാലും മോഡൽ കൂടിയതായാലും എല്ലാ ടൈപ്പ് ലോ കിലോമീറ്റർ വണ്ടികൾ അധികവും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. നമ്മൾ ഇതിൻ്റെ മുന്നേയൊക്കെ വീഡിയോ ചെയ്തതിൽ. പിന്നെ ഗിയർലെസ് വണ്ടികളും ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഗിയർലെസിൻ്റെ സ്റ്റോക്കുകൾ. പിന്നെ 220, 180, ഗ്ലാമർ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ബജാജിൻ്റെ വണ്ടികളും മോഡൽ കൂടിയ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ നമ്മളെ ബ്രോ കൂടെ ഉണ്ട്. ബ്രോ ഒരുപാട് സ്റ്റോക്കുകൾ പുതിയ എത്തിയിട്ടുണ്ട്. പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്ലാറ്റിന, എങ്ങനെയാണ് ബ്രോ ഇതിൻ്റെ ഡീറ്റെയിൽ? 2022 മോഡൽ. 22 മോഡലാ? കിലോമീറ്റർ 25,000 കിലോമീറ്റർ ഓടിയ പ്ലാറ്റിന. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയും കൂടിയാണിത്. ഏകദേശം 70 കിലോമീറ്റർ മേലെ മൈലേജ് ഉണ്ട്. മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. എത്രയാണ് ചോദിക്കുന്ന റേറ്റ്? ഇത് 55 ആണ്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? അതെ, പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യമൊക്കെ എന്തായാലും കിട്ടും. ലോണും കാര്യങ്ങളൊക്കെ എന്തായാലും കയറും. ഇപ്പം നിലവിലെ എല്ലാം മോഡൽ കൂടിയാന്ന് തോന്നുന്നു അല്ലേ? വണ്ടികളുടെ ലോൺ കയറുന്നത് മോഡൽ കൂടിയോ? മോഡൽ കൂടിയ വണ്ടികൾക്കൊക്കെ ലോൺ അത്യാവശ്യം കിട്ടും. മോഡൽ കൂടിയ വണ്ടികളായതിനെ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം ലോണ് കയറുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. ഓക്കെ. അടുത്തത് പ്ലാറ്റിന തന്നെ. 2022 മോഡൽ, സെയിം മോഡലാണ്. 9000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടാണെങ്കിൽ അത്യാവശ്യം ഒക്കെയാണ്. ഓവറോൾ ലുക്ക് നോക്കിയാൽ അറിയാം. ഓക്കെ. പിന്നെ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 55. ഓക്കെ. അടുത്തത് സീറ്റ് ഇതേമാതിരി മൈലേജ് ഉള്ള സീറ്റിന് 110 cc 110X എന്ന് പറഞ്ഞൊരു എഡിഷൻ ആണ്. ഇത് അത്യാവശ്യം ഒരു മൈലേജ് ഉള്ള ടൈപ്പ്. മൈലേജ് ഉള്ള ടൈപ്പ് തന്നെ. ഇത് 2021 മോഡലാണ്. 2021 മോഡലാണ്. 78 വരുന്ന സീറ്റ് 110 ഒക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ പ്രൈസ് ഇത് 58 ആണ് ചോദിക്കുന്നത് അല്ലേ? 58,000 ആണ് ചോദിക്കുന്ന റേറ്റ്. അതാണ് അതിന്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ. അടുത്തതും സെയിം മോഡൽ. സീറ്റിന്റെ സെയിം 110 X അല്ലാത്ത ടൈപ്പ്, നോർമൽ ടൈപ്പ്. ഇത് 2021 മോഡൽ. കിലോമീറ്റർ 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 2021 മോഡൽ. 45. അതിന്റെ ബേസ് മോഡൽ അതിനെ കൊണ്ടായിരിക്കും. ബേസ് മോഡൽ. അതിന്റെ ബേസ് മോഡലാണ്. അതിന്റെ ടോപ്പ് വേരിയന്റ് ആണ് ആ കാണുന്നത്. ഏകദേശം എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ഈ ഒരു വണ്ടി? ഒരു 15 റുപ്യ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നോർമൽ സിവിൽ സ്കോർ ഉള്ളവർക്ക് അല്ലേ? നോർമൽ സിവിൽ ഉള്ളവർക്ക്. അടുത്തത് ഒരു ഗ്ലാമർ. 2018 മോഡൽ. ഓക്കെ. 2018 ഗ്ലാമർ. കിലോമീറ്റർ 20 സംതിങ് ഓടിയിട്ടുള്ളൂ അല്ലേ? കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ തന്നെയല്ലേ അല്ലേ? കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? 48,000 ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ഏകദേശം ഒരു 10 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കിക്കൂടും അല്ലേ? എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. അടുത്തത് ഒരു ഗ്ലാമർ. 2020 മോഡൽ. 2020 ന്യൂ മോഡൽ, പുതിയ ടൈപ്പ്.
ഓക്കെ, പുതിയ ടൈപ്പാണ് വരുന്നത്. അത് നോക്കിയാൽ കാണാം അതിൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നല്ല ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ചുകൂടി നീറ്റാണല്ലേ, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. റെഡ് ആൻഡ് ബ്ലാക്ക് പുതിയ ന്യൂ ടൈപ്പ് ആണല്ലോ. ന്യൂ ടൈപ്പിൽ വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്നത് ഗ്ലാമറാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 60,000 ഓടിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയത് ഗ്ലാമറാണ് ഈ കാണുന്നത്. കിലോമീറ്റർ എല്ലാം ജെന്യൂൻ ആയിരിക്കും. ജെന്യൂൻ ആയിരിക്കും അല്ലേ. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? 58,000 ഇതിന് ചോദിക്കുന്ന റേറ്റ്. 2020 വണ്ടിയാണ്. ഓക്കെ, ഒരുപാട് കുഴപ്പമൊന്നുമില്ല, ആരുമില്ലാത്തത്. അടുത്തത് യൂണിക്കോണിന്റെ 160. ഓക്കെ, ഹോണ്ട യൂണിക്കോണിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 37,000. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്ന റേറ്റ്? ഇത് 35 അല്ലേ? 35,000 ചോദിക്കുന്ന റേറ്റ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്, കുഴപ്പമില്ല. ഞാൻ ഓവറോൾ ഇട്ട്. ഓക്കെ, അടുത്തത് പാഷൻ പ്രോ. പാഷൻ പ്രോ 2015 മോഡലാണ്. 2015 മോഡലാണ്. ഓക്കെ, ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് നീറ്റുള്ള വണ്ടിയാണ്. ആവറേജ് കണ്ടീഷനുള്ള ഒരു 28 റുപ്യ ആസ്ക് ചെയ്യുന്നത്. 28,000 ഇതിന് ആസ്കിങ് ആണ്. ഇതിൻ്റെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ. ബാക്ക് ടയേഴ്സ് ആണെങ്കിൽ ബാക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അടുത്തത് ഇത് ചെറിയൊരു എമൗണ്ട് ഉണ്ട് ഇറക്കാൻ പറ്റൂലേ? ഇത് ഫിനാൻസ് ഉണ്ടാവില്ല. 2015 മോഡലാണ്. 16 വയസ്സുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ഉണ്ടാവും. 16 ശേഷമുള്ളത് അല്ലേ? ഇത് 2017 മോഡൽ 150. ഓക്കെ, 2017 പൾസർ. ഏതാ? 150 ആണ് വരുന്നത്. 2017 150 അല്ലേ? 150 45 റുപ്യ. 45 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ വരുന്നത് 37,000 കിലോമീറ്റർ ഓടിയ. ഓക്കെ, അടുത്തത് ഇത് പൾസറിന്റെ 150 2019 മോഡൽ. ടിൻ ഡിസ്ക് വരുന്ന, ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന ടൈപ്പാണ്. ബ്രേക്ക് വരുന്ന അല്ലേ? ഓക്കെ, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്ന മോഡലാണ്. അതിൻ്റെ ടയേഴ്സിൻ്റെ ഭാഗം നീറ്റാണ്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്ന റേറ്റ്? ഇത് 68. 68,000 ഇതിന് ചോദിക്കുന്ന പ്രൈസ്. ഓക്കെ, അടുത്തത് പൾസർ 2022 മോഡലാണ്. 150 അല്ലേ? 8,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയും കൂടി. ലോ കിലോമീറ്റർ വണ്ടികളാണ്. ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. ജസ്റ്റ് 8,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വണ്ടിയാണ്. ടയറൊക്കെ എന്തായാലും കമ്പനി ടയർ. കമ്പനി ടയർ 2022 മോഡലാണ്. അതെ, 2022 മോഡൽ. ഇതാ കമ്പനി ടയർ തന്നെ വരുന്നത്, റീപ്ലേസ് ചെയ്തിട്ടില്ല. ലോ കിലോമീറ്റർ വണ്ടി കൂടിയാണ്. അപ്പൊ എങ്ങനെ അതിന് ചോദിക്കുന്ന റേറ്റ്? ഇത് 110. 110 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം നമുക്കൊരു 20-25 റുപ്യ ബാക്കി ഫിനാൻസ് ലോൺ ചെയ്ത് കൊടുക്കാം. 25 റുപ്യ ഉണ്ടെങ്കിൽ ഈ ലോ കിലോമീറ്റർ വണ്ടി അത് കൊണ്ടാക്കാം. നല്ല നീറ്റ്, നല്ല വൃത്തിയുണ്ട്. ഇതുവരെ കണ്ട എഞ്ചിന്റെ സൈഡ് നോക്കിയറിയാം, ഒരു നെറ്റ് പോലെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ABS വരുന്ന ടൈപ്പാണ്. ABS വരുന്നല്ലേ? ABS നല്ല ആണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ബാക്ക് ടയറൊക്കെ ഫുള്ള് പക്കാണ്. അടുത്തത് ഇത് 2023 മോഡൽ. 8 മാസം പഴക്കമുള്ള വണ്ടിക്ക്. 8 മാസത്തെ പഴക്കമുള്ളൂ അല്ലേ? 2023 ലാസ്റ്റ് ഉള്ള ഒരു വാഹനമാണ്. 8 മാസം പഴക്കേ ഉള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇത് ഏകദേശം എത്ര കിലോമീറ്റർ? 120. 120 ചോദിക്കുന്ന റേറ്റ്. കിലോമീറ്റർ ലോ കിലോമീറ്റർ തന്നെയാണ്. നോക്കിയാൽ കാണാനുള്ളത് 8,000 കിലോമീറ്റർ. അതെ, സെയിം തന്നെ അല്ലേ? 8,000 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടിയും. ഈ നേരത്തെ കാണിച്ചത് ഈ രണ്ട് വണ്ടികൾ വാറണ്ടി ഉള്ള വാഹനങ്ങളാട്ടോ. കമ്പനി വാറണ്ടി ഉള്ള വാഹനങ്ങളാണ്. 8 മാസം അയക്കാനുള്ളത്. ഇതും 2023. 2023 മോഡലാണ്. ഇതിന്റെ ഓവറോൾ ലുക്ക്, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ,
കിലോമീറ്റർ എത്ര പറഞ്ഞു? കിലോമീറ്ററും ലോ കിലോമീറ്റർ സെയിം കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. ഏകദേശം സിമിലർ കിലോമീറ്റർ തന്നെയാണ് ഈ ഒരു വണ്ടി. ഇതുവരെ 8 മാസം പഴക്കമുള്ള വാഹനമാണ്. 8 മാസം അല്ലേ? 8 മാസം മാത്രം പഴക്കമുള്ള ഒരു വണ്ടി കൂടിയാണിത്. നല്ല നീറ്റാണ്, നോക്കിയാൽ തന്നെ കാണാം. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. പിന്നെ പൊടിയാണ് കേട്ടോ, ഡസ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ബാക്കി സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടി കൂടിയാണ്. ലോ കിലോമീറ്റർ ആണ്, 2 കളറും വരുന്നത്. 3 പീസുകൾ ഇപ്പോൾ കറണ്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ലോ കിലോമീറ്റർ 8000 ആ റേഞ്ച് ഓടിയതാണ് ഈ 3 വണ്ടി. ഇതിന്റെ പ്രൈസ് എത്ര? 1.20. ഏകദേശം സിമിലർ ആണ്. 1.10 ഈ രണ്ടും 1.20. അങ്ങനെയാണ് ഇതിന്റെ ആസ്കിംഗ് റേറ്റ്. പ്രൈസ് ഒക്കെ എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കും. പ്രൈസ് കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ പൾസർ ഒരു മോഡൽ കൂടി എടുക്കാൻ പറ്റുന്നവർക്കൊരു ചോയ്സ് ആണ്. കാരണം ഷോറൂമിൽ 1.60 വിലയാണ് അത്ര ഡിഫറെന്റ് വരുന്നുണ്ടല്ലോ അമൗണ്ടിൽ. വണ്ടികൾ ഇതിലും കുറെ ഒക്കെ സെയിലായി പോയതാ, കഴിഞ്ഞതാ കിലോമീറ്റർ വണ്ടികളൊക്കെ. അടുത്തത് ഒരു 220. എത്ര മോഡൽ? 2019 മോഡലാണ്. ABS ഉള്ള ടൈപ്പ്. 85. 2019 ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 2018 മോഡൽ. 55 റുപ്യ 55 സിംഗിൾ ഓണർ ആണ്. നമ്മുടെ നിലവിൽ നമ്മൾ കാണിച്ച ഓൾമോസ്റ്റ് ഒക്കെ സിംഗിൾ തന്നെയാണ് അല്ലേ? അതെ. ഏതെങ്കിലും ഉണ്ടോ അത് സിംഗിൾ അല്ലാത്തത്? നമ്മൾ കണ്ടതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാം ഓണർഷിപ്പ് ഏതോ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാണ്. ഓൾമോസ്റ്റ് എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതുവരെ കാണിച്ചത്. ഓക്കെ, ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് സിംഗിൾ ഓണർ 2018 മോഡൽ 55 റുപ്യ 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് ലോ കിലോമീറ്റർ ആണ്. 2023 220. ആകെ 3000-4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3792 കിലോമീറ്റർ ഓടിയ 6 മാസം പഴക്കമുള്ള 220. 6 മാസം ജസ്റ്റ് ഒരു 6 മാസം. ആകെ 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊന്നും ഒരു നിറയോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ്. ഇതാ നോക്കിയാൽ കാണാം, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പുത്തൻ വണ്ടിന്റെ ഒരു ലുക്ക് ഉണ്ട് മൊത്തത്തില്. ഇത് എത്ര ചോദിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 1.55. 1.55 അല്ലേ? 2 ലക്ഷത്തിന്റെ മേലെ വിലയുള്ള വാഹനങ്ങളാണ് ഒക്കെ. 6 മാസം പഴക്കമുള്ള 3000 കിലോമീറ്റർ ഓടി ജെന്യൂൻ. 3 സംതിങ് ഓടിയുള്ളൂ. നേരത്തെ കാണിച്ചതാണ്. ചെറിയൊരു ഇത്രയും എമൗണ്ടിൽ മാറ്റണ്ട. പുതിയ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ആയിരിക്കും അല്ലേ? ഓക്കെ. ഇതും 2023 കിലോമീറ്റർ, അതായത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ലോ കിലോമീറ്റർ വണ്ടിയാണ് കാണുന്നത്. ഇത് 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6000. ഇതും ഇതേമാതിരി 6-7 മാസം പഴക്കമുള്ള വാഹനം. 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന റേറ്റ് 1.85. റേറ്റ് ഒക്കെ 2023 ഒക്കെ സെയിം റേറ്റ് തന്നെയാണ് അല്ലേ? ഒക്കെ ലോ കിലോമീറ്ററോ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടികൾ നോക്കുന്നവർക്കാണ് ഇതുവരെ കാണിച്ചത്. ഇത് രണ്ടും റെഡില് നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് രണ്ടും ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഇത് 2023 സെയിം മോഡൽ തന്നെ. 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7000 ഓടിയിട്ടുള്ളൂ. 7, 8, 3.5 കാണിച്ചിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇൻട്രോയിൽ പറഞ്ഞ മാതിരിയുള്ള വണ്ടികളാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രൈസ് ഒക്കെ സെയിം അല്ലല്ലോ? 1.55 ആണ് പറയുന്നത്. റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 85,000 ആണ് ഇതിന്റെ ആസ്കിംഗ് റേറ്റ്. നേരിട്ട് വരികയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഏതെല്ലാം എല്ലാ കമ്പനീന്റെ ഉണ്ട് നിങ്ങൾ ചെയ്യുന്നത്? ബാങ്കിൽ IDFC ബാങ്ക് ഉണ്ട്, ബൈക്ക് ബസാർ ഉണ്ട്. പിന്നെ അവർ തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് രണ്ടാളെ ചെയ്യുന്നത്. അടുത്തത് 220 തന്നെ. 220 2023 മോഡല്. 23 കിലോമീറ്റർ. ഇത് 12,000. കുറച്ചൊന്നും അധികം ഉണ്ട് നാള്. ഇത് 8 മാസം പഴക്കേ ഉള്ളൂ. 8 മാസം പഴക്കല്ലേ? 8 മാസം പഴക്കമുള്ള ഒരു 220 ആണ് വരുന്നത്. പിന്നെ എത്ര ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ തന്നെയല്ലേ? സിംഗിൾ അല്ല, സിംഗിൾ. ആകെ 6 മാസം 7 മാസമായ വണ്ടികളാ. അതേ ഉള്ളൂ. വണ്ടി എടുത്ത് കാർസ് കിട്ടിയിട്ടേ ഉള്ളൂ കസ്റ്റമർക്ക്. ആസ്കിംഗ് റേറ്റ് പ്രൈസ് ചോദിക്കുന്ന റേറ്റ് 1.55 തന്നെ. 224 എല്ലാം അതേ റേറ്റ്. 1.55. അടുത്ത NS. ഇത് NS 200 2022 മോഡൽ. 22 NS 200. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 14,000 കിലോമീറ്റർ ഓടിയത്.
വണ്ടിയാണ് ഈ കാണുന്നത്. 2022 മോഡൽ. 22 അതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണല്ലോ അല്ലേ ഈ NS ഇതേമാതിരി ലോ കിലോമീറ്ററിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ്. ഇനി വണ്ടി വരാണ്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് ഒക്കെ വണ്ടി കൊടുക്കുകയും ചെയ്യുമല്ലോ. വണ്ടി ആവശ്യപ്പെട്ടാൽ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ NS ആണെങ്കിൽ NS അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇത് എത്രയാണ് റേറ്റ് ചോദിക്കുന്നത്? ഇത് 1.45. 1.45. ഇതേമാതിരി ലോ കിലോമീറ്ററുള്ള വണ്ടികൾ ഇനി നമുക്ക് ഇങ്ങനെ അടുത്ത മന്ത് വരാണ്ടല്ലേ. NS കുറെ ഉണ്ടായിരുന്നു, 5-6 സ്റ്റോക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞാണ്. 220 അതേമാതിരി ഉണ്ടായിരുന്നു, ഒരു 10 വണ്ടിയുടെ ഇതിലുണ്ടായിരുന്നു. ലോ കിലോമീറ്റർ വണ്ടി നമ്മൾ ഇതിന്റെ മുന്നേ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. ലോ കിലോമീറ്റർ വണ്ടി വെക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് കറണ്ട് സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, നിങ്ങളെ ഷോപ്പിന്റെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്നൊരു 4-5 കിലോമീറ്റർ എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയും. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. കാണുന്നവർ അത് നോട്ട് ചെയ്യാം. പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മളെ കോൺടാക്ട് നമ്പർ 8137812444. ഓക്കെ, ഈ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ചെക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അതായത് അവരെ സ്കോർ നമ്മൾ ആദ്യം ലോണ് ഫിനാൻസിന് വേണ്ടി ആൾക്കാരോട് ചോദിക്കും അവരെ സിവിൽ സ്കോർ ഏകദേശം എത്ര ഉണ്ട്, അവരുടെ ഇതുവരെ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും EMI പെൻഡിങ്ങോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ആദ്യം നമ്മൾ ചോദിക്കും. ചെക്ക് ചെയ്ത് വരുന്നതായിരിക്കും കറന്റ് ഉള്ള സ്റ്റോക്കും കാര്യങ്ങളും. സോ ഗൈസ്, ഇത്രയാണ് നിലവിലുള്ള സ്റ്റോക്കുകൾ. നിങ്ങൾ കണ്ടില്ലേ, ഒരുപാട് സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് എല്ലാം ലോ കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടികളാണ് ഇപ്പം നിങ്ങൾക്ക് നിലവിൽ കാണിച്ചു തന്നത്. ലോ കിലോമീറ്റർ വണ്ടികൾ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എന്താ പറയുക സൊല്യൂഷനും അതുപോലെ തന്നെ ഒരു ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് ഈ പെർഫെക്റ്റ് യൂസ്ഡ് ബൈക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിലും ജസ്റ്റ് വേണം പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാലിക്കറ്റാണ് വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ, അതായത് താമരശ്ശേരി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലും, കൊയിലാണ്ടി ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് ആ ഭാഗത്ത് നോക്കിയാൽ കാണാം. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പെർഫെക്റ്റ് യൂസ്ഡ് ബൈക്സ് വരുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സജിയ.